എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ആരോഗ്യ ടിപ്പിനെ കുറിച്ചല്ല. നമ്മുടെ ജീവിതത്തെ അടുത്ത 10 വർഷം പുറകിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ടൈം മെഷീനെ കുറിച്ചാണ്. 2026 പുതുവർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു കഴിഞ്ഞിരിക്കുന്നു. 2026 കാലെടുത്ത് വയ്ക്കുമ്പോൾ പലരും ആഗ്രഹിക്കുന്നത് പുതിയ വീടിനെ കുറിച്ചോ കാറിനെ കുറിച്ചോ ഒക്കെയാകും സ്വപ്നം കാണുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കോടികൾ വിലമതിക്കുന്ന ഒരു കാർ നിങ്ങൾ സ്വന്തമാക്കി. അങ്ങനെ കോടികൾ വിലയുള്ള കാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളതിൽ മോശം പെട്രോൾ അടിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത്രയേറെ വിലപിടിപ്പുള്ള നിങ്ങളുടെ ഈ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണിനു താഴെയുള്ള കറുപ്പ് കണ്ടിട്ടോ, മുഖത്തെ ആ തിളക്കം കുറഞ്ഞത് കണ്ടിട്ടോ നമ്മൾ സങ്കടപ്പെടാറുണ്ട്. പ്രായമായി തുടങ്ങുന്നു എന്ന് നമ്മൾ സ്വയം സമാധാനിക്കും. പക്ഷേ ആധുനിക അലോപ്പതി പറയുന്നത് മറ്റൊന്നാണ്. വാർദ്ധക്യം എന്നത് മാറ്റാൻ കഴിയാത്ത ഒരു വിധിയല്ല, അതൊരു ബയോളജിക്കൽ പ്രക്രിയയാണ്. ശരിയായ ശ്രദ്ധ നൽകിയാൽ നമ്മുടെ കോശങ്ങളെ പുതുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. സിനിമാ മേഖലയിലും മറ്റും നിങ്ങളുടെ വയസ്സിനേക്കാൾ കൂടുതൽ വയസ്സുള്ള ആൾക്കാർ വളരെ ചെറുപ്പമായി അവരുടെ ശരീരം കണ്ടാലും മുഖം കണ്ടാലും ഒക്കെ ചെറുപ്പമായി നിലനിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർ വിചാരിക്കും അത് മേക്കപ്പാണെന്ന്. മേക്കപ്പിനും ഒരു പരിധിയില്ലേ? എന്നിരുന്നാലും അവരുടെ ശരീരം അത്രയ്ക്കും മികച്ച രീതിയിൽ ചെറുപ്പമായി നിലനിർത്തുന്നതിന് വഴികളുണ്ടാവില്ലേ? 90% രോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയിലൂടെ നാം ചോദിച്ചു വാങ്ങുന്നതാണ്. ബാക്കി 10% മാത്രമാണ് പാരമ്പര്യമായും മറ്റും ജനിതകപരമായും മറ്റും നമുക്ക് ഉണ്ടാവുന്നത്. ആ 90% രോഗത്തെയും പടിക്ക് പുറത്തു നിർത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നിങ്ങളുടെ മുഖകാന്തി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമുക്ക് പ്രായമാകുന്നത്? ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ DNA അറ്റത്തുള്ള ടെലോമിയേഴ്സ് എന്ന ഭാഗമാണ് ഇതിന് കാരണം. ഷൂലേസിന്റെ അറ്റത്തുള്ള ആ പ്ലാസ്റ്റിക് കവർ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ടെലോമിയേഴ്സ്. അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഷൂലേസ് അഴിഞ്ഞു പോകും. അതുപോലെ ടെലോമിയറുകളുടെ നീളം കുറയുമ്പോൾ നമ്മുടെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ചർമ്മം തൂങ്ങുന്നതും ഓർമ്മ കുറയുന്നതും രോഗങ്ങൾ വരുന്നതും. പക്ഷേ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. ശരിയായ ഭക്ഷണവും സമാധാനപരമായ മനസ്സും ഉണ്ടെങ്കിൽ ഈ ടെലോമിയറുകളുടെ നീളം കുറയുന്നത് തടയാനാകും. ആയുസ് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇത് ഡോക്ടർമാർ പലപ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ സമയം കിട്ടാത്ത രഹസ്യമാണ്. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ എത്ര ഡോക്ടറിനെ കണ്ട് മെഡിസിൻ വാങ്ങി കഴിച്ചാലും അതിന് ഫലമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ആശുപത്രിയിൽ എത്തിയ ശേഷം ചികിത്സിക്കുന്ന സിക്ക് കെയർ അല്ല നമുക്ക് വേണ്ടത്. രോഗം വരാതെ നോക്കുന്ന ഹെൽത്ത് കെയർ ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അവിടെ ഇരിക്കുന്ന വെളുത്തു തുടുത്ത ആ പഞ്ചസാരയില്ലേ? ചായയിൽ മധുരം കുറവാണ്, അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ മധുരം കുറവാണ് എന്ന് പറഞ്ഞ് കുറച്ചും കൂടി നമ്മളെല്ലാവരും ഇടാറില്ലേ? ആ പഞ്ചസാര, അതിനെക്കുറിച്ചാണ് പറയുന്നത്.
ആ പഞ്ചസാരയാണ് നമ്മുടെ ഒന്നാം നമ്പർ ശത്രു. ഇതിനെ വെളുത്ത വിഷം എന്ന് വിളിക്കാം. പഞ്ചസാര കഴിക്കുമ്പോൾ രക്തത്തിൽ ഗ്ലൈക്കേഷൻ എന്നൊരു പ്രക്രിയ നടക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾ തുരുമ്പെടുക്കുന്നത് പോലെയാണ് അത് ചർമ്മത്തിലെ കൊളാജനെ നശിപ്പിക്കുന്നു. റബ്ബർ ബാൻഡ് വെയിലത്ത് വെച്ച് ഉണങ്ങിയാൽ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോകും അല്ലേ? അതുപോലെ പഞ്ചസാര നിങ്ങളുടെ ചർമ്മത്തെയും അതുപോലെ ആന്തരികാവയവങ്ങളെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വില്ലനെ നോക്കാം. ഇൻഫ്ലമേഷൻ അഥവാ ശരീരത്തിനുള്ളിലെ വീക്കമാണ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, മൈദ, റിഫൈൻഡ് ഓയിലുകൾ ഇവയൊക്കെ ശരീരത്തിനുള്ളിൽ പുകയുന്ന ഒരു തീയാണ് സൃഷ്ടിക്കുന്നത്. ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെ ഇതിൻ്റെ ഫലമാണ്. നമ്മളും നമ്മുടെ വളർന്നു വരുന്ന തലമുറയും ചോറിൻ്റെ കൂടെ പൊരിച്ച മീനോ പൊരിച്ച ഇറച്ചിയോ ഇല്ലാതെ ഭക്ഷണം ഇറങ്ങാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തെ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ടേസ്റ്റിന് പിറകെ ഓടുകയാണ് എല്ലാവരും. വറുത്തതും പൊരിച്ചതും മാറ്റി നിർത്താനാണ് എല്ലാ വിദഗ്ധരും പറയുന്നത്. ഹൃദ്രോഗവും ക്യാൻസറും ഇപ്പോൾ സർവ്വസാധാരണമായി നമ്മുടെ ജനങ്ങളിൽ കണ്ടുവരുന്നു. ഇതൊക്കെ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ, ഭക്ഷണശീലത്തിൻ്റെ പരിണിത ഫലമാണ്. പകരം നമ്മൾ എന്ത് കഴിക്കണം? പ്രകൃതി തരുന്ന അമൃതുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ ശീലമാക്കുക. മത്തി, അയല പോലുള്ള മീനുകൾ, അതുപോലെ വാൾനട്ട്, ചിയ സീഡ്സ് എന്നിവ ശീലമാക്കുക. മത്തി, അയല എന്ന് പറയുമ്പോൾ കറി വെച്ച് തന്നെ കഴിക്കണം. അത് വീണ്ടും വറുത്ത ഫിഷ് ഫ്രൈയിലേക്ക് നമ്മൾ പോകരുത്. വെളിച്ചെണ്ണയും ഒലീവ് ഓയിലും മിതമായ അളവിൽ ഉപയോഗിക്കുക. ഓർക്കുക, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ നാളത്തെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വയറിന് വിശ്രമം നൽകുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇതിനുള്ള ഏറ്റവും മികച്ച വഴിയാണ്. രാത്രി പലപ്പോഴും ലേറ്റായിട്ടുള്ള അത്താഴം കഴിക്കൽ നിർത്തുക. രാത്രി ഒരു 8 മണിക്ക് മുൻപ് തന്നെ അത്താഴം കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ദിവസം രാവിലെ 8 മണി വരെ ഒന്നും കഴിക്കരുത്. ഈ 12 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ ശരീരം ഒരു മാജിക്കാണ് കാണിക്കുന്നത്. ഇതിനെയാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ കേടുവന്ന കോശങ്ങളെ ശരീരം തന്നെ കണ്ടുപിടിച്ച് നശിപ്പിക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് അത്താഴം നേരത്തെ തന്നെ കഴിക്കണം എന്ന്. അത്താഴം കഴിച്ച ഉടനെ നമ്മൾ ലേറ്റായി അത്താഴം കഴിക്കുമ്പോൾ അപ്പോൾ തന്നെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഭക്ഷണത്തിന് ദഹിക്കാനുള്ള സമയം പോലും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 8 മണി സമയത്തെങ്കിലും നമ്മൾ അത്താഴം കഴിച്ച് പിറ്റേന്ന് രാവിലെ 8 മണി വരെയുള്ള സമയം ഒന്നും കഴിക്കാതെ ഇരിക്കുക എന്നത്. ഒരു ഡോക്ടർ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ ചികിത്സിക്കുന്ന പോലെയാണ് ആ 12 മണിക്കൂർ. അതുപോലെ തന്നെയാണ് ഉറക്കവും. ഉറക്കം വെറുമൊരു വിശ്രമമല്ല, അത് ശരീരത്തിൻ്റെ റിപ്പയർ ഷിഫ്റ്റാണ്. രാത്രി ഒരു 10:30 മുൻപെങ്കിലും 10:30 മുൻപെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. രാത്രി വൈകി മൊബൈൽ നോക്കിയിരിക്കുന്നത് നമ്മുടെ സർക്കാഡിയൻ റിതത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഉറങ്ങുന്നതിന് മുൻപ് 1 മണിക്കൂർ മുൻപെങ്കിലും ഫോൺ മാറ്റിവെച്ച് മുറിയിൽ വെളിച്ചം കുറച്ച് ശാന്തമായി ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ യുവത്വം നിലനിർത്താൻ ഇതിലും വലിയൊരു മരുന്നില്ല. രാത്രി വൈകിയ നേരത്തും ഫോൺ നോക്കുന്നത് നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും
സ്ട്രെസ് നൽകുന്ന ഒരു കാര്യമാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക തന്നെ വേണം. ഉറങ്ങാതിരിക്കുമ്പോൾ അത് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരത്തിലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ്. ഇനി ഇതേപോലെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കൂ. കുറച്ച് സമാധാനവും സന്തോഷവും നിങ്ങളുടെ ശരീരത്തിനും കൊടുക്കൂ. ഇനി അടുത്തതായി നമ്മൾ വ്യായാമം ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. ജിമ്മിൽ പോയി കഠിന വ്യായാമം ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. മോഷൻ ഈസ് ലോഷൻ എന്നാണ് പറയുക. നടക്കുക എന്നതാണ് ഏറ്റവും വലിയ വ്യായാമം. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പേശികൾ കുറയാൻ തുടങ്ങും. ഇതിനെ സാർക്കോപീനിയ എന്ന് വിളിക്കുന്നു. പേശികൾക്ക് ബലം കുറയുമ്പോഴാണ് എല്ലുകൾക്കും തേയ്മാനം വരുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ കുറച്ച് ദിവസമെങ്കിലും പേശികൾക്ക് ബലം നൽകുന്ന ലളിതമായ വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതിയാകും. നടക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഫോൺ വിളിക്കുന്ന സമയം, ആ ഒരു സമയം നിങ്ങൾ നടന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുക. കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കാതെ ആ സമയം നിങ്ങൾ വ്യായാമത്തിനായി നടക്കാനായി ഉപയോഗിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയം അതും നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൂടാ? വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ നടന്നോളൂ. അതും നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന നല്ലൊരു വ്യായാമമാണ്. നമ്മൾ ശരീരത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്താലും നമ്മുടെ മനസ്സിൽ ദേഷ്യവും പകയും വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കാര്യവുമില്ല. ഈ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ചിന്തകൾക്ക് കോശങ്ങളെ മാറ്റാൻ കഴിവുണ്ട്. പ്ലസീബോ ഇഫക്റ്റ് എന്നൊരു സംഗതിയുണ്ട്. എനിക്ക് ഭേദമാകും, ഞാൻ ആരോഗ്യവാനാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ തലച്ചോർ അതിനനുസരിച്ചുള്ള നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. മനസ്സിലെ വിഷത്തെ പുറന്തള്ളുക, ക്ഷമിക്കുക, വിട്ടുകളയുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും മനസ്സിലൊരു വിഷമം നിറച്ചുകൊണ്ട് അതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കരുത്. കഴിഞ്ഞതു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചിന്തിക്കരുത്. പോസിറ്റീവ് എനർജിയോടുകൂടി സന്തോഷത്തോടുകൂടി മാത്രം ഇരിക്കുക. മറ്റുള്ളവരുടെ ഉയർച്ചയിലും അവരുടെ വളർച്ചയിലും നമ്മൾ ദുഃഖിക്കരുത്, അതിലും സന്തോഷിക്കുക. ഒരിക്കലും ദേഷ്യവും പകയും നമ്മളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ദിവസവും ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നിശബ്ദമായി ഇരിക്കുക. തനിച്ച് നിങ്ങൾക്ക് പീസ്ഫുള്ളായി തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 മിനിറ്റ് നേരം കണ്ണടച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി ദിവസവും ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ജാപ്പനീസുകാരുടെ കൈസൻ എന്നൊരു തത്വമുണ്ട്. പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാതെ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. ഒറ്റ ദിവസത്തിൽ എല്ലാം മാറ്റിമറിക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് പടിപടിയായി മാറ്റങ്ങൾ ശീലിക്കുക. ഇന്ന് ഈ വീഡിയോ കേട്ടതിന് ശേഷം ഇന്നു മുതൽ പഞ്ചസാര അല്പം കുറയ്ക്കുക ഭക്ഷണത്തിൽ. അല്ലെങ്കിൽ ഇന്ന് 10 മിനിറ്റ് നടക്കാമെന്ന് തീരുമാനിക്കുക. 21 ദിവസം കൊണ്ട് ഒരു കാര്യം ശീലമാക്കാൻ പറ്റും. 90 ദിവസം കൊണ്ട് അത് നിങ്ങളുടെ ജീവിത ശൈലിയായി മാറും എന്നതാണ് ജാപ്പനീസുകാരുടെ തത്വം. അതുകൊണ്ട് ഈ വർഷം 2026 അവസാനം ഡിസംബർ മാസത്തിലെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആശുപത്രിയിലെ കിടക്കയിലല്ല, മറിച്ച് ഊർജ്ജസ്വലനായ ഒരു മനുഷ്യനായിട്ടായിരിക്കണം നിങ്ങളെ കാണേണ്ടത്. നമ്മുടെ ആയുസ്, ആരോഗ്യം അതൊന്നും മറ്റു ആരുടെയും കയ്യിലല്ല. അത് നിങ്ങളുടെ സ്വന്തം കയ്യിലാണ്. അത് ഇന്നു മുതൽ തന്നെ തിരിച്ചു പിടിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണവും ശരിയായ ഉറക്കവും മനസ്സിനുള്ള സമാധാനവും നിങ്ങളെ ചെറുപ്പമാക്കും. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർമാർ പറയുന്നത് പോലെ വെള്ളം നന്നായി കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ചില ഹോം റെമഡികൾ, അതായത് ഫേസ് പാക്ക് പോലെയുള്ളവ ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രകൃതിദത്തമായി കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഫ്രീ സമയത്ത് ഈ പറഞ്ഞതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്തോ
ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഫോൺ വിളിക്കുന്ന സമയത്ത് കുറച്ച് നേരം നടക്കണമെന്ന് പറഞ്ഞല്ലോ, ആ സമയത്തോ മറ്റോ വീട്ടിൽ നിന്നും പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കൾ മുഖത്ത്, ഈ കടലപ്പൊടി, അതുപോലെ തൈര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിന് അലർജറ്റിക് അല്ലാത്തത് നോക്കി നിങ്ങൾക്ക് കുറച്ചു നേരം മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും അത് ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഞാനിങ്ങനെ മുഖത്ത് ഫേസ് പാക്ക് ഇടണം എന്നൊക്കെ പറയുന്നത്, ആ ഒരു സമയം ഫേസ് പാക്ക് ഇട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു അരമണിക്കൂർ സമയം നിങ്ങൾക്ക് സന്തോഷമാണ് മനസ്സിൽ ഉണ്ടാവുന്നത്. ഫേസ് പാക്കൊക്കെ ഇട്ട് നിങ്ങൾ ആ കുറച്ച് സമയം നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മുഖത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷമാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് പ്രായമായി, ഇനി ഇത് ചെയ്യാനുള്ള സമയമൊന്നുമല്ല എന്ന്. നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിന് യുവത്വം നിലനിൽക്കുകയുള്ളൂ. ഇനി മുതൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം. തിരക്കുകൾക്കിടയിൽ ഓടിപ്പായുമ്പോൾ നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ മറന്നുപോകുന്നത്. നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ യഥാർത്ഥ യുവത്വം, യഥാർത്ഥ ശരീരം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആയുസ്, ആരോഗ്യം, യുവത്വം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് ഇന്നു മുതൽ തന്നെ തിരിച്ചു പിടിക്കുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ദിവസം എല്ലാവർക്കും മനോഹരമായി തീരട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.